ഗൈസ് പാർട്ട് 2 ആണ്. നേരത്തെ ആന്ന് എഴുതിയതു നമുക്ക് ഈ പഠിക്കാം. അപ്പോൾ വീഡിയോ കട്ടായി രണ്ടക്ഷരം ഇരുന്നു പോയി, സമയം കളയുന്നില്ല. ഈ അതെങ്ങനെ എഴുതുന്നമ്മ? പൂജ ഇടുക. ഇങ്ങനെ ഒരു പൂജ ഇടൂലേ? ആ പൂജത്തിന്റെ മേലെ പോയിട്ട് ഇപ്പൊ പൂജ ഇട്ടു, മേലെ പോയിട്ട് താഴോട്ട് ഇടും. ഒന്നും കൂടി മേലെ പോയിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ 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 ഇങ്ങനെ. ഇതാണ് ഈ നമ്മൾ തലയിൽ ഇത് ചായയാണ്. ഇതല്ലെങ്കിൽ അതിന്റെ പൂജ ഇങ്ങനെ കൂട്ടിക്കൂടാ. അത് ജായാണ്, അത് വേറെ അക്ഷരമാണ്. ഇതാണ് ശരിക്കും. തിരിച്ചു എഴുതുന്നമ്മ ഇങ്ങനെ വന്ന് ഇങ്ങനെ ആവും. ഇതാണ് ശരി. തിരിച്ചു കേട്ടോ, ഇതാ ശരി. നമ്മ ഇനി പാർട്ട് 3 ഉണ്ടാവും കേട്ടോ. ഈ കൊടുക്കാം. ഇതില്ല ഈ തന്നെ. ആ ഈന്റെ സ്പെഷ്യൽ ആയിട്ട് ഇതില്ല. ഈ തിന്നുക നമ്മത് അറിയില്ല. ഇത് മേലോട്ടേക്ക് തിന്നെ ഒരു ഇങ്ങനെ. അപ്പൊ നമ്മൾ ഈയും സെറ്റ് തലയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതില്ല. നമ്മ നേരത്തെ ഇതേ പോയിട്ട് ഈ തെറ്റ് ഇതാ ശരി. പക്ഷേ പെട്ടെന്നാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്, വീഡിയോ കട്ടാവുന്നുണ്ട്. ഞാൻ ഇത്തിരി മനസ്സിലാക്കിയിട്ട് ലൈക്ക് തന്നെ ഉണ്ടാവും. നമുക്ക് സിമ്പിൾ. ഇപ്പൊ ഈ ഇങ്ങനെയല്ലേ എഴുതിയത്, ഇങ്ങനെയല്ല അതല്ല. ഊന്നിട്ട് ഒരു റാ വരക്കുക. ഇത് റൗണ്ട് ഇടുക. അതിന്റെ മേലെ കൂടെ റാൾ വെച്ചിട്ട് ഇങ്ങനെ. പക്ഷെ ഇത് നിങ്ങൾ വരെയല്ല കേട്ടോ, ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് തലയിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിക്കണ്ട. നിങ്ങൾ ഇതാ പഠിക്കാൻ ചെയ്യണം. ഇത് നമ്മൾ വേഗം ക്ലാസ് എടുക്കുന്നുണ്ട്. ഇത് മനസ്സിലായിരുന്ന ടീച്ചർക്ക് തോന്നുന്നു. നമുക്ക് ഊന്ന് എടുക്കാം. നേരത്തെ തന്നെ എഴുതി. ആ നേരത്തെ എഴുതി നേരത്തെ നേരത്തെ ഈന്റെ ഈ ചിഹ്നം അതാണ് കേട്ടോ. തലയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇതേപോലെ എഴുതണം. ഞങ്ങൾക്ക് ഒരു അക്ഷരം കൂടിയേ ഉള്ളൂ. ആ കുറച്ച് നിങ്ങൾക്ക് ടഫായിരിക്കും. എന്നാൽ ഇപ്പം ടീച്ചർ വേഗം കാണിച്ചില്ല. ഇത് ഇങ്ങനെ ഒരു പൂജ്യത്തിന് നേരെ ഇങ്ങനെ വളഞ്ഞ് ഇത് ഇതാണ് തലയിൽ ചെയ്യാൻ പറ്റുമോ? ടീച്ചർക്ക് ഡൗട്ട് ഉണ്ട്. ഇത് തലയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളിന്ന് വരെ പാർട്ട് 2 ആക്കി പഠിച്ചിട്ടുണ്ട്. നമുക്ക് എഴുതി നോക്കിയാലോ? വായിക്കാൻ പഠിച്ചിട്ടല്ലേ? 10 പ്രാവശ്യം പറയും. പിന്നെ 10 പ്രാവശ്യം, ഈ 10 പ്രാവശ്യം, ഈയും 10 പ്രാവശ്യം, 10 പ്രാവശ്യം പറയണം. 10 പ്രാവശ്യം. സിമ്പിൾ പറയാം. നമുക്ക് ഇപ്പം പഠിച്ചത് മതി. ഇപ്പൊ നമുക്ക് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അതിന് അടുത്ത എ തൊട്ട് ആ വരെ പഠിക്കാം. പിന്നെ നമുക്ക് ഇംഗ്ലീഷും മാത്സ് എല്ലാം പഠിച്ച് പരീക്ഷ ആകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് പിന്നെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. പിന്നെ കമന്റും ചെയ്തോ. അപ്പോൾ ഇത്രയും വീഡിയോ